നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. കരുമ്പയിൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞ പെൺകുട്ടികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നാടൊന്നാകെ ഒഴുകിയെത്തി. വ്യാഴാഴ്ച ഉണ്ടായ അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. നൂതന ആശയങ്ങളിലൂടെ ദീർഘവീക്ഷണങ്ങളും സ്ത്രീകളുടെ ഉന്നമനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശ്രീ കുറുമ്പ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് KD പ്രസേനൻ MLA. സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയ പ്രവർത്തനങ്ങളാണ് കുറുമ്പ ട്രസ്റ്റിന്റെ മുഖമുദ്ര എന്നും KD പ്രസേനൻ. അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും നിരത്തുകളുടെ അശാസ്ത്രീയതയ്ക്ക് പരിഹാരമാവുന്നില്ല. അഞ്ചുമൂർത്തിമംഗലത്ത് 9 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരുവിധ നടപടിയുമില്ല. ആന എഴുന്നള്ളിപ്പുമായും വെടിക്കെട്ടുമായും ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി. ഉത്സവങ്ങൾക്ക് കൊണ്ടുവന്ന നിയന്ത്രണത്തിൽ നിയമ ഭേദഗതി വരുത്തണമെന്നും വെടിക്കെട്ട് സംരക്ഷണ സമിതി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കരുമ്പിയിൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞ പെൺകുട്ടികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നാടൊന്നാകെ ഒഴുകിയെത്തി. മൃതദേഹങ്ങൾ വീടുകളിൽ നിന്നും തുപ്പനാട് കരുമനക്കൽ ഹാളിലെത്തിച്ചു. പൊതുദർശനം ആരംഭിച്ചതു മുതൽ 100 കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. പൊതുദർശനത്തിന് ശേഷം തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കരിച്ചു. പരീക്ഷ എഴുതി വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് ലോറി ദേഹത്തേക്ക് മറിഞ്ഞ് കരുമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഇർഫാന ഷെറിൻ, നിദ ഫാത്തിമ, ഐഷ എന്നിവർ മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമന്റ് കയറ്റിപ്പോയ ലോറി നിയന്ത്രണം തെറ്റി വിദ്യാർത്ഥികളുടെ ദേഹത്തേക്ക് മറിയുകയാണ് ഉണ്ടായത്. നൂതന ആശയങ്ങളിലൂടെ ദീർഘവീക്ഷണങ്ങളും സ്ത്രീകളുടെ ഉന്നമനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശ്രീ കുറുമ്പ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് KD പ്രസേനൻ MLA. ശ്രീ കുറുമ്പ ട്രസ്റ്റ് കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ കാളത്തോട്ടത്ത് നിർമ്മിച്ചു നൽകുന്ന അംഗൻവാടി കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനെല്ലാം ഈ നാടിനെ സഹായിച്ച ശ്രീ കുറുമ്പ ട്രസ്റ്റിൻ്റെ ആരാധനായ ചെയർമാൻ PLC മേനോനും സംഘാംഗങ്ങളും കുടുംബാംഗങ്ങളും, അവരോടെല്ലാം കേരളത്തിന് എല്ലാ കാലത്തും കടപ്പാടുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം പലപ്പോഴും നിരവധി ട്രസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി വൻകിട സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റുകൾ എല്ലാം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണത, അവർക്ക് കൂടുതൽ ഉന്നതിയിൽ എത്തിച്ചേരാൻ, അവർക്ക് മുകളിൽ ഏതെങ്കിലും ഒരു ശക്തികളുണ്ടെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താൻ, അതിനവരുടെ CSR ഫണ്ടും മറ്റ് സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുക എന്ന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കാറുള്ളത്. എന്നാൽ ഇവിടെ ശ്രീമാൻ PNC മേനോനും കുടുംബാംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ട്രസ്റ്റിൻ്റെ പ്രവർത്തകരുമെല്ലാം ഏറ്റവും സാധാരണക്കാരായ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നാടിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുഖ്യ പ്രാധാന്യം നൽകുന്നത്. മറ്റ് പ്രവർത്തനങ്ങളും രാജ്യത്താകെ അവർ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം പ്രാധാന്യത്തോടുകൂടി സ്വന്തം നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത് നടപ്പാക്കുന്നത്. സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയ പ്രവർത്തനങ്ങളാണ് ശ്രീ കുറുമ്പ ട്രസ്റ്റിന്റെ മുഖമുദ്രയെന്നും KD പ്രസേനൻ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിത മാധവൻ അധ്യക്ഷയായി. 2200 ചതുരശ്ര അടി വലുപ്പത്തിൽ 2 നിലകളിലായാണ് അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുക. 68 ലക്ഷം രൂപയാണ് ട്രസ്റ്റ് ഇതിനായി നീക്കിവച്ചിരിക്കുന്നത്. ആധുനിക രീതി രൂപകൽപ്പന ചെയ്യുന്ന അംഗൻവാടി കെട്ടിടം
രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന അംഗൻവാടികളിൽ ഒന്നായിരിക്കും എന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. 6 മാസത്തിനകം പണി പൂർത്തീകരിക്കാനാണ് തീരുമാനം. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം പ്രമോദ്, ട്രസ്റ്റ് ഭാരവാഹികളായ ഡോക്ടർ വി എ ഗംഗാധരൻ, പി പരമേശ്വരൻ, പി മായൻകുട്ടി എന്നിവർ സംസാരിച്ചു. അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും നിരത്തുകളുടെ അശാസ്ത്രീയതയ്ക്ക് പരിഹാരമാവുന്നില്ല. അഞ്ചുമൂർത്തിമംഗലത്തെ ബസ് അപകടം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അശാസ്ത്രീയതയ്ക്ക് പരിഹാരമില്ല. 2022 ഒക്ടോബർ 5-നാണ് ദേശീയപാത വടക്കഞ്ചേരിക്കടുത്ത് അഞ്ചുമൂർത്തിമംഗലത്ത് 9 പേരുടെ മരണത്തിനിടയാക്കിയ KSRTC ബസ്സും വിനോദയാത്രാ സംഘവും സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സും അപകടത്തിൽപ്പെട്ടത്. കോതമംഗലം മാർ ബസേലിയസ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയാണ് മരണപ്പെട്ടത്. ടൂറിസ്റ്റ് ബസിന്റെ അമിത വേഗതയും വെളിച്ചക്കുറവും ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയുമാണ് അപകടത്തിന് കാരണമെന്നാണ് കണ്ടെത്തിയത്. എന്നാൽ 2 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദേശീയപാതയിൽ വെളിച്ച സംവിധാനം ഒരുക്കാനോ റോഡിന്റെ അശാസ്ത്രീയമായ പണികളിൽ മാറ്റം വരുത്താനോ സുരക്ഷാ സംവിധാനം ഒരുക്കാനോ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. ആകെ മാറ്റം വരുത്തിയത് വളവാണ് എന്ന് കാണിക്കുന്ന ഒരു ദിശാ ബോർഡ് മാത്രമാണ് ഇവിടെ സ്ഥാപിച്ചത്. ഈ അപകടത്തിന് ശേഷം നിരവധി അപകടങ്ങൾ ഈ ഭാഗത്ത് വീണ്ടും ഉണ്ടായിട്ടുള്ളതിന്റെ അവസാന ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ നവംബർ 28-ന് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ് രാത്രി നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. അന്ന് 12ഓളം അയ്യപ്പ ഭക്തർക്ക് പരിക്കേറ്റിരുന്നു. ദേശീയപാതയിലെ വെളിച്ചക്കുറവും ഈ ഭാഗത്തെ ചെറിയ വളവുമാണ് അപകടത്തിന് പ്രധാന കാരണം എന്ന് പതിവ് പറച്ചിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ലാതെ അപകട സാധ്യത കുറയ്ക്കാനുള്ള ശാസ്ത്രീയ മാർഗം സ്വീകരിക്കാറില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. ആന എഴുന്നള്ളിപ്പുമായും വെടിക്കെട്ടുമായും ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി. കേരളത്തിൽ ഉത്സവങ്ങൾ ഇല്ലാത്ത വിധം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉത്സവങ്ങൾക്ക് കൊണ്ടുവന്ന നിയന്ത്രണത്തിൽ നിയമ ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ക്ഷേത്ര സംരക്ഷണ സമിതി 17-ന് കലക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തും. വെടിക്കെട്ട് കരാറുകാർ, വാദ്യ കലാകാരന്മാർ, ആനപ്പുറം തൊഴിലാളികൾ, ഉത്സവ പറമ്പിന്റെ വിവിധ കച്ചവടക്കാർ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പുത്തൻവീട്ടിൽ ശശിധരൻ, M മാധവൻകുട്ടി, R ജയകൃഷ്ണൻ, K ഹരിദാസ്, AR രാജേഷ്, M സുഭാഷ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമനിർമ്മാണം നടത്തിയാലേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ആയതിനു മുന്നോടിയായി ഈ വരുന്ന 2024 ഡിസംബർ മാസം 17-ാം തീയതി രാവിലെ 11 മണിക്ക് പാലക്കാട് കളക്ടറേറ്റിൽ ധർണയും ജാഥയും സംഘടിപ്പിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. ആയതിൽ ഉദ്ഘാടകനായി പാലക്കാട് MLA ബഹുമാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ, ബഹുമാനപ്പെട്ട MR MLA K ബാബുവേട്ടൻ, അതേമാതിരി നമ്മുടെ ex-MP S അജയകുമാർ, അതേമാതിരി നമ്മുടെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ, പിന്നെ നമ്മുടെ പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി മാർഗരേഖ കർശനമായി പാലിക്കണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ്. ബോർഡിന് കീഴിലെ ക്ഷേത്രം മാനേജർമാർക്കും ഓഫീസർമാർക്കുമാണ് കോടതി നിർദ്ദേശങ്ങൾ കൂടി പരാമർശിച്ചിട്ടുള്ള ഉത്തരവ് കൈമാറിയിട്ടുള്ളത്. നെന്മാറ വല്ലങ്ങി വേല ആഘോഷിക്കുന്ന നെല്ലിക്കുളങ്ങര ക്ഷേത്രം ഉൾപ്പെടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലാണ്. ആന എഴുന്നള്ളത്തിനുള്ള അപേക്ഷ ഉത്സവത്തിന് 1 മാസം മുമ്പ് തന്നെ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് നൽകണമെന്നതിന് നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഉത്തരവിലുണ്ട്. ഉത്സവങ്ങളെ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന നിബന്ധനകൾ മറികടക്കാൻ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിനിടയിലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഈ ഉത്തരവ്. സംസ്ഥാനത്താകെ 406 ക്ഷേത്രങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത്. ആലത്തൂർ MLA KD പ്രസേനന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കിഴക്കഞ്ചേരി കാളത്തോട്ടം ജംഗ്ഷനിൽ സ്ഥാപിച്ച മിനി മാസ് ലൈൻ നാടിന് സമർപ്പിച്ചു. KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇന്നൊരു പ്രത്യേക സാഹചര്യത്തിലാണ് രാവിലെ ഇത് ഉദ്ഘാടനം ചെയ്തത്. ഈ പഞ്ചായത്തിൽ തന്നെ ഒരു 10 മറ്റോ ബാലൻസ് ഉണ്ട്. അത് തിങ്കളാഴ്ച വൈകുന്നേരമാണ് അതിൻ്റെ ഉദ്ഘാടനങ്ങൾ വെച്ചിട്ടുള്ളത്. ഇത് ഇന്ന് ഈ പരിപാടി കൂടി നടക്കുന്നു. നിങ്ങൾ എന്തൊരു ഉത്സവം പെട്ടെന്ന് കതിരുത്സവം വരുന്നു. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി ഇന്ന് തന്നെ ഇത് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇവിടെ പ്രസിഡന്റെല്ലാം സൂചിപ്പിച്ചതുപോലെ
എല്ലാം കൂടി ഇങ്ങനെ ഒഴുകി വരികയാണ് ഈ കാളത്തോട്ടം മുലങ്കോട് ഭാഗത്തേക്ക്. ഒരുപാട് സഹായങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു ചെറിയ പിന്തുണ എന്ന നിലയ്ക്കാണ് നമ്മുടെ ഈ MLA ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടുള്ള ഈ ലൈറ്റ് ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ, രതിക മണികണ്ഠൻ, ആർ പ്രമോദ് എന്നിവർ സംസാരിച്ചു. കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ വിവിധ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടന്നു. മെൻസ്ട്രൽ കപ്പ് വിതരണം, വിഷൻ സെന്റർ ഉദ്ഘാടനം, നവീകരിച്ച ലാബ് ഉദ്ഘാടനം, ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുക തുടങ്ങിയ പ്രവൃത്തികളാണ് നടന്നത്. PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രമേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വീനസ് വിജയൻ, ഡെപ്യൂട്ടി DMO ഡോക്ടർ കാവ്യ കരുണാകരൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി, K കൃഷ്ണകുമാർ, ഉഷാദേവി സതീശൻ, മണി വാവുള്ളിപതി, ഗിരിജാരാജൻ, സീന ഗോപി, പുഷ്പലത, ആനന്ദ് കുമാർ, കേശവദാസ് മാസ്റ്റർ, T വേലായുധൻ, നിത്യ മനോജ്, ഡോക്ടർ സൗമ്യ എന്നിവർ സംസാരിച്ചു.